കൽപ്പറ്റ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, KSRTC ഗ്യാരേജ്, മിൽമയുടെ വയനാട് ഡയറി, NSS ഹയർ സെക്കൻഡറി സ്കൂൾ, ലീഗൽ മെട്രോളജി ഓഫീസ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ. മാത്രമല്ല നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസിഡൻഷ്യൽ ഏരിയയും. പക്ഷേ റോഡ് എത്രയോ വർഷങ്ങളായി അതിദയനീയമായ അവസ്ഥയിലാണ്. മിൽമയുടെ വയനാട് ഡയറിയിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങളാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഹെവി ലോഡുള്ള വണ്ടികളാണ് ഈ പോണത്. അതുകൊണ്ട് തന്നെ പിള്ളേർക്കും മക്കൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതിൽ പോകാനും. ചെളിയെ ഭയങ്കര കണ്ടില്ലേ, നിങ്ങൾ അവസ്ഥ കണ്ടില്ലേ? ഇത് എത്ര പ്രാവശ്യം അധികാരികളോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പറയാമെന്നറിയോ? ഒരു നിവൃത്തിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ബസ് സർവീസ് ഇല്ലാത്ത റോഡിൽ ഓട്ടോറിക്ഷകളാണ് സാധാരണക്കാരുടെ ആശ്രയം. പക്ഷേ റോഡിലെ കുഴികൾ വാഹനങ്ങളെയും ഡ്രൈവർമാരെയും ഒരേപോലെ ബാധിക്കുന്നു. വളരെയധികം ഡേഞ്ചറാണ്. നമ്മൾ ഈ കിട്ടുന്ന പൈസ നമ്മൾ ഊരെയും പോവുകയാണ്, അതുപോലെ തന്നെ ഈ ഉള്ള പൈസ വർക്ക്ഷോപ്പിലും കൊടുക്കാനാണ്. പുതിയ വണ്ടിയാണ്. എന്താ ചെയ്യുക? ഓട്ടം വിളിച്ചാൽ യാത്രക്കാർക്ക് പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. പോകണ്ടേ? എത്തേണ്ട ആൾക്കാർക്ക് എത്തണം. യാത്രക്കാർക്ക് അത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. എന്താ ചെയ്യുക? ഓട്ടം പോകാൻ പറ്റൂല. ഭയങ്കര ദയനീയമാണ് റോഡിൻ്റെ അവസ്ഥ. ഭയങ്കര കുഴികളുമായിട്ട് കിടക്കുക. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ചുഴലി റോഡിന്റെ ദുരവസ്ഥ. പ്രധാന കാരണം മിൽമയുടെ വലിയ വാഹനങ്ങൾ പോകുന്നതാണ്. ടന്നേജ് കൂടുതലുള്ള വാഹനങ്ങൾ പോകാനുള്ള റോഡല്ലത്. സാധാരണഗതിയിൽ ഒരു ഓട്ടോ സഞ്ചരിക്കാനുള്ള കണ്ടീഷനിൽ അന്നത്തെ കാലത്തുണ്ടാക്കിയ റോഡിലൂടെ വലിയ വാഹനങ്ങളാണ് പോകുന്നത്. അതിന് ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ 90% മിൽമയാണ് ഇതിന് കാരണം. ഞാനൊരു 4 കൊല്ലത്തോളമായി ഇതിൽ ഈ റൂട്ട് പണിയെടുക്കുന്നത് മിൽമയിൽ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ റോഡ് ഇങ്ങനെ തന്നെ. ഇവിടെ സ്ഥിരമുള്ള ആൾക്കാർ പരിചയപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ റോഡ് ഉണ്ടാക്കിയ കാലത്തെങ്ങാനും ടാർ ചെയ്താണെന്നാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കേട്ടറിവ് ഈ പരിസരവാസികൾ പറയുന്നത് കേട്ടത്. അതേസമയം 36 ലക്ഷം രൂപ ചെലവഴിച്ച റോഡിന്റെ പകുതി ഭാഗം ടാർ ചെയ്തതായി വാർഡ് കൗൺസിലർ P. വിനോദ് കുമാർ പറയുന്നു. ബാക്കി പ്രവൃത്തിക്കായി 29 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ സ്ഥിരമായി ഭാരവണ്ടികൾ പോകുന്ന റോഡായതിനാൽ 5 വർഷത്തെ ഗ്യാരണ്ടി നൽകി പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല. നഗരസഭയായാലും മിൽമയായാലും ഇങ്ങനെ ക്ഷമ പരീക്ഷിക്കരുതെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.